നമസ്കാരം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്നതിന്റെ എക്സ്പ്രഷനിൽ നിന്നാണ് നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത്. ഡെറിവേഷൻ എഴുതി പഠിക്കണം. സിമ്പിൾ സ്റ്റെപ്സിലാണ് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം. We know potential due to a point charge plus Q in air or free space is V equal to 1 by 4 pi epsilon 0 Q by R. 1 by 4 pi epsilon 0 is a constant. Plus Q is our point charge. R is the distance. ബോർഡിന്റെ പ്രതലത്തിൽ R ഡിസ്റ്റൻസിൽ പ്ലസ് ക്യൂവിന് ചുറ്റുമുള്ള പോയിന്റുകളെല്ലാം ചേർത്ത് വരച്ചാൽ നമുക്കൊരു സർക്കിൾ കിട്ടും. പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. അത് നമുക്ക് ആരോ മാർക്ക് കൊണ്ട് സൂചിപ്പിക്കാനാവും. ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലെ എല്ലാ പോയിന്റുകളിലും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അങ്ങനെ ഈക്വൽ പൊട്ടൻഷ്യൽ ഉള്ള സർഫസുകളെ പറയുന്ന പേരാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്. പോയിന്റ് ചാർജ് പ്ലസ് ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആർ ഈക്വൽ ടു 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 യൂണിറ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമുക്ക് കോൺസെൻട്രിക് സർക്കിൾസ് കിട്ടും. ഇവയെല്ലാം പ്രത്യേകം ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് ആണ്. പോയിന്റ് ചാർജിന്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് ആർ റേഡിയസ് ഉള്ള സ്ഫിയർ ആണ്. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് സ്ഫിയർ ആയിട്ടായിരിക്കും വരിക. ബോർഡിൽ നമുക്ക് സർക്കിൾ ആയിട്ടാണ് വരയ്ക്കാനാവുക. പോയിന്റ് ചാർജിന്റെ ഈക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ വരയ്ക്കാം. സോ വി ഹാവ് എ പ്ലസ് ക്യൂ ചാർജ് first equipotential surface for distance R1. Let us join these points. So at the circumference of this circle the potential is the same. Now for another value, say R2, let us draw the equipotential surface. R2, 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 R2. The direction of the electric field is marked. It is radially outwards. So the direction is marked. Direction of the electric field is marked radially outwards. So the second equipotential surface is drawn. Likewise, we can have any number of equipotential surfaces. Say for R3, the equipotential surface would be like this. R3. At all points with distance R3, the potential is the same because V equal to 1 by 4 pi epsilon 0 Q by R. So any number of equipotential surfaces can be drawn for a point charge. Okay. Let us see the properties of equipotential surfaces next. Before that, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ വീഡിയോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. Okay, let us discuss the properties of an equipotential surface.
ഇവിടെ നമ്മൾ 4 പ്രോപ്പർട്ടീസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് പ്രോപ്പർട്ടീസ് പറയാനുണ്ട്. അതിനെല്ലാത്തിനും പ്രൂഫ് സഹിതം പറയാൻ പറ്റുന്നതാണ്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 4 എണ്ണം മാത്രം ഇപ്പോൾ പറയുന്നേ ഉള്ളൂ. ആദ്യത്തത് അതിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈസ് 0. We have the test charge plus Q at a distance r from the test charge plus Q. The equipotential surface is shown in the figure. Let us consider 2 points A and B. Let VA be the potential at A and VB the potential at B. To move a charge from A to B, work has to be done, and that work is called the potential. ഓക്കെ, അപ്പം നമ്മൾക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാൻ VAB ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ. 2 പോയിന്റ്സിലും ഈക്വൽ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് VAയും VBയും ഈക്വൽ ആയതുകൊണ്ട് VAB ഈക്വൽ ടു 0 എന്ന് പറയാം. അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 0. അതാണ് ആദ്യത്തത്. ഇനി രണ്ടാമത്തത് work done in moving a charge in an equipotential surface is 0. നമുക്ക് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ അറിയാം. വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ദി പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. സോ പൊട്ടൻഷ്യൽ V ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്, ടെസ്റ്റ് ചാർജ് Q0 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജിനെ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ കൂടിയാണ് മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ, എലിമെൻ്ററി വർക്ക് ഡൺ DW എന്ന് എടുക്കാം, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ DV എന്ന് എടുക്കാം. അപ്പോൾ ഇക്വേഷൻ DV ഈക്വൽ ടു DW ഡിവൈഡ് ബൈ Q0 ഓർ DW ഈക്വൽ ടു DV ഇൻറ്റു Q0. ബട്ട് വി നോ DV ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 0 ഫോർ എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിച്ച് ഈസ് ഓൾറെഡി പ്രൂവ്ഡ്. ദെയർഫോർ വർക്ക് ഡൺ ഈക്വൽ ടു 0. ഇപ്പോൾ 2 പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഫോർ ദ ടെസ്റ്റ് ചാർജ് Q0 we have drawn 2 equipotential surfaces for r equal to 1 cm and r equal to 2 cm. 2 cm. ഇപ്പോൾ ഒരു പോയിന്റ് ചാർജിൻ്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് സ്ഫിയർ ആയിരിക്കും. നമുക്ക് 2 ഡയമെൻഷണൽ ആയിട്ട് എന്തിൽ കാണിക്കാൻ പറ്റുള്ളൂ, ഒരു ബുക്കിൽ വരയ്ക്കുമ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ. സോ അത് സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കണം. നമ്മുടെ യൂഷ്വൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വർക്ക് ഈക്വൽ ടു ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ അവിടെ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിനും ഫോഴ്സ് വെക്ടറിനും ഇടയ്ക്കൊരു ആംഗിൾ ഉണ്ടെങ്കിൽ എലിമെൻ്ററി വർക്ക് ഡൺ DW ഈക്വൽ ടു വെക്ടർ F ഡോട്ട് വെക്ടർ DX എന്നുള്ളതാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നത് ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടാവുമ്പോഴാണ്. നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് അറിയാം DW ഈക്വൽ ടു F dx cos θ. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ അറിയാം. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ടെസ്റ്റ് ചാർജ് Q0. ഇപ്പം ഒരു Q0 ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടെസ്റ്റ് ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആയിരിക്കും ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ Q0 ഇൻറ്റു E ഈക്വൽ ടു ഫോഴ്സ് എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷൻ 1ലേക്ക് വരാം. അവിടെ ഫോഴ്സിന് പകരം Q0 ഇൻറ്റു E എന്ന് കൊടുക്കുക. DW ഈക്വൽ ടു Q0 E ഡോട്ട് DX എന്ന് കിട്ടും. വെക്ടർ ഇയും വെക്ടർ DXും വെക്ടേഴ്സാണ്. ഇനി അത് ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ Q0 E dx cos θ എന്ന് കിട്ടും. മാർക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷനിലേക്ക് വരിക. വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റ് ചാർജിനെ സ്മോൾ ഡിസ്റ്റൻസിൽ കൂടിയാണ് മൂവ് ചെയ്യിക്കാനുള്ളതെങ്കിൽ അവിടുത്തെ എലിമെൻ്ററി വർക്ക് ഡൺ DW പൊട്ടൻഷ്യൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ DV ആയിരിക്കും.
വളരെ ചെറിയ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ dV. സോ dW ഈക്വൽ ടു Q0 ഇൻറ്റു dV. ഇക്വേഷൻ നമ്പർ 3. നമുക്ക് വർക്കിന് 2 ഡെഫിനിഷൻസ് കിട്ടി. എലിമെന്ററി വർക്ക്, ചെറിയ വർക്ക് dWന് 2 ഡെഫിനിഷൻസ്, 2 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. അത് രണ്ടും ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാം. സോ Q0 ഇൻറ്റു dV ഈക്വൽ ടു Q0 E dx cos θ എന്ന് പറയാം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ 0 ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ടേം കാണില്ല. അല്ലെങ്കിൽ Q0 E dx cos θ ഈക്വൽ ടു 0. അപ്പോൾ ഒരു പ്രോഡക്റ്റ് 0 ആകും. അപ്പോൾ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം, 4 ഉണ്ട്, Q0 E dx cos θ, ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആവണം. അപ്പോൾ പ്രോഡക്റ്റ് 0 ആയി എന്ന് പറയാം. പക്ഷേ Q0 ടെസ്റ്റ് ചാർജ് ഒരിക്കലും 0 അല്ല. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും 0 അല്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും 0 അല്ല. അതുപോലെ ചാർജിനെ മൂവ് ചെയ്യിക്കാനുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്നല്ല, ഇവിടെ ഡിസ്റ്റൻസ് പൊട്ടൻഷ്യൽ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻസ് അതൊരിക്കലും 0 അല്ല. പിന്നെ ആകെ 0 ആകാൻ പറ്റുന്നത് ഇലക്ട്രിക് ഫീൽഡിനും അതുപോലെ നമ്മുടെ സർഫസിനും ഇടയിലുള്ള ആംഗിള്, അതാണ് അതിൻ്റെ കോസ് തീറ്റ, കോസ് കമ്പോണന്റ് ആണ് ആകെപ്പാടെ 0 ആകാൻ പറ്റുന്നത്. കോസ് തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോസ് 90 0 ആണ്, അല്ലെങ്കിൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇപ്പം ഇത് നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇതാണെന്ന് വിചാരിക്കുക. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇതിന് നോർമലായിട്ടായിരിക്കും. അപ്പോൾ സർഫസ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ, ഈ ആംഗിളാണ് 90 ഡിഗ്രി എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ തേർഡ് പോയിന്റ് ഈസ് ക്ലിയർ ഐ തിങ്ക്. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്യാം. 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ കൺസിഡർ ചെയ്യാം. ഒരെണ്ണത്തിൻ്റെ വാല്യൂ ഒരു ഷീറ്റിൽ എല്ലായിടത്തും V തന്നെയാണ്. ഒരെണ്ണത്തിൻ്റെ ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലായിടത്തും V + dV ആണ്. ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഭാഗത്ത്, ഷെയ്ഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് പൊട്ടൻഷ്യലിന് 2 വാല്യൂസ് കാണാൻ പറ്റും. ഇപ്പം V + dVയോ V - dVയോ ആയിട്ട് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കാണാൻ പറ്റും. പക്ഷേ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഈ ഭാഗവും ഇക്വിപൊട്ടൻഷ്യൽ ആയിരിക്കണം. അപ്പം അതിന് 2 വാല്യൂസ് ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു പറയും, അത് ഇന്റർസെക്ട് ചെയ്യാൻ പറ്റില്ല. If they intersect each other, then at the point of intersection there can be 2 values of electric potential, which is impossible. So the properties of equipotential surfaces are discussed briefly. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. 4 പ്രോപ്പർട്ടീസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്, വിശദീകരിക്കേണ്ടതാണ് പലതും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാത്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ലൈൻ ചാർജിന്റെയും പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെയും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നമുക്കറിയാം പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിരിക്കും. ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ ഉണ്ടാവുക. ഇനി ഒരു ലൈൻ ചാർജ്, ഇൻഫിനിറ്റ് ലൈൻ ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയായിരിക്കും? അപ്പം R ഡിസ്റ്റൻസിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നോക്കുമ്പോഴത്തേക്കും അതൊരു സിലിണ്ടർ ആവാനേ തരവുള്ളൂ. സോ ദിസ് ഇസ് ദ ഡിറക്ഷൻ ഓഫ് ദി electric field, which is radially outwards. So the equipotential surface of a line charge
is a cylinder. Now, if we have a plain sheet of charge, ഒരു plain sheet of charge ആണെങ്കിൽ അതിന്റെ equipotential surface എങ്ങനെയായിരിക്കും? ഒരു plain sheet of charge നമുക്കൊരു ഒരു ബുക്ക് പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ ഉള്ള ഒരു മറ്റൊരു equipotential surface എടുക്കുകയാണെങ്കിൽ അതും എന്തായിരിക്കും? ഒരു plain sheet of charge ആയിരിക്കും. So, the equipotential surface of a plain sheet of charge is another plain sheet of charge. Equipotential സർഫസിനെ കുറിച്ച് എല്ലാ പോയിന്റ്സും ഒന്നും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.